കൽപ്പാത്തിയിൽ ഭക്തിസാന്ദ്രമായി അഞ്ചാം തിരുനാൾ ആഘോഷം. ദേവീദേവന്മാർ പല്ലക്കുകളിലേറി അർദ്ധരാത്രി 12-ന് അഗ്രഹാര മധ്യത്തിൽ സംഗമിച്ചു. മുൻ വർഷങ്ങളിലേക്കാൾ വലിയ തിരക്കാണ് ഇത്തവണ അനുഭവപ്പെട്ടത്. ദേവീദേവന്മാർ പല്ലക്കുകളിലേറിയതോടെയാണ് അഞ്ചാം തിരുനാൾ ആഘോഷം ആരംഭിച്ചത്. വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ഋഷഭവാഹനത്തിലും അരികിൽ ഗണപതിയും മറ്റൊരു പല്ലക്കിലായി വള്ളി ദേവാനി സമേത സുബ്രഹ്മണ്യസ്വാമിയും എഴുന്നള്ളി. പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാൾ ശേഷശയനാലങ്കാരത്തിലുമായിരുന്നു എഴുന്നള്ളിയത്. പുതിയ കൽപ്പാത്തി മന്തക്കര മഹാഗണപതിയും ചാത്തപ്പുരം പ്രസന്ന മഹാഗണപതിയും പുതിയ കൽപ്പാത്തിയുടെ മധ്യഭാഗത്തേക്ക് എഴുന്നള്ളിയതോടെ ദേവസംഗമമായി. പുതിയ കൽപ്പാത്തിയുടെ മധ്യഭാഗത്ത് വെച്ച് ദേവീദേവന്മാർ സംഗമിച്ചപ്പോൾ വലിയ ആരവങ്ങളും ആർപ്പുവിളികളുമൊക്കെയാണ് അന്തരീക്ഷത്തിൽ മുഴങ്ങി നിന്നത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം കാണാൻ വിണ്ണിൽ ദേവതകളും എത്തുമെന്നാണ് വിശ്വാസം. ഒരു കൽപ്പാത്തി രഥോത്സവം ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു ഹരം തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പ് കൂടി ആ സമയത്ത് വന്നു എന്നുള്ളത്. ആദ്യമായിട്ടാണ് കൽപ്പാത്തി രഥോത്സവ സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത്. ഒരു പ്രദർശനത്തിലാണ് എല്ലാവരും വിശ്വാസം. ജനങ്ങളുടെ എല്ലാവർക്കുള്ള ആയുസ്സിനും സമൃദ്ധി എല്ലാത്തിനും നല്ലത് ഈ ടൈമാണ്. അവരുടെ എല്ലാ രഥത്തിലും ഭഗവാനെ ഇവിടെ എഴുന്നള്ളിച്ച് ഇവിടെ നടക്കുന്ന ഈ ചെറിയ രഥസംഗമം വളരെ ചരിത്രപ്രധാനമാണ്. കൽപ്പാത്തിയുടെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിലുടനീളത്തു നിന്നും ഒരുപാട് അല്ലാതെയുള്ള ജനങ്ങളും ഈ ദർശനത്തിന് എത്തുന്നുണ്ട്. ഈ ദർശനം ചെയ്യുന്നതിലൂടെ അവർക്ക് ഒരു പുണ്യം ലഭിക്കുമെന്നാണ് കരുതുന്നത്. ചെണ്ടമേളത്തിന്റെയും നാദസ്വരത്തിന്റെയും അകമ്പടിയും ദേവീദേവന്മാരുടെ എഴുന്നള്ളത്തിന് ഉണ്ടായിരുന്നു. ഈ മാസം 13, 14, 15 തീയതികളിലായാണ് രഥോത്സവം. അഞ്ചാം തിരുനാളിന് തന്നെ മുൻ വർഷങ്ങളിലേക്കാൾ വലിയ തിരക്കാണ് കൽപ്പാത്തിയിൽ ഇത്തവണ അനുഭവപ്പെട്ടത്. രഥോത്സവ ദിനങ്ങളിലും കൂടുതൽ തിരക്കായിരിക്കും ഇത്തവണ. അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.